ഇത് കേരള വാട്ടർ അതോറിറ്റിന്റെ ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറയുന്ന ജിക്ക പദ്ധതിന്റെ ഒരു വർക്കിംഗ് മോഡലാണ്. ഒരു ദിവസം ഏതാണ്ട് 80-നും 90-നും ഇടയിൽ ദശലക്ഷം ലിറ്റർ വെള്ളം ശുദ്ധീകരിച്ച് വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിന്റെ ഒരു വർക്കിംഗ് മോഡലാണ് ഇത്. ആദ്യം നമ്മളെ പഴശ്ശിപ്പുഴയിലെ വെള്ളം ഇവിടെയാണ് വരിക. വെള്ളം പമ്പ് ചെയ്ത് അവിടെ വന്ന് ആ സംവിധാനത്തിന് പറയുന്ന പേര് എയറേറ്റർ എന്നാണ്. എയറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വായുവുമായി കൂടുതൽ സമ്പർക്കത്തിൽ വരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അയൺ ഉണ്ടെങ്കിൽ ഫെറിക് ഓക്സൈഡ് ആയിട്ട് ഡെപ്പോസിറ്റ് ആയി പോകും. അതേമാതിരി ചില ബാഡ് സ്മെല്ല്, അതേമാതിരി ചെറിയ കളറ്, ഇതൊക്കെ നമുക്ക് ഇതുവഴി മാറ്റാൻ വേണ്ടി സാധിക്കും. അപ്പോൾ മിക്കവാറും പുഴവെള്ളത്തിന്റെ pH കുറവായിരിക്കും. 6.7, 6.8, 6 ഇഞ്ചിലാണ് ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ലൈം കൊടുക്കും. അത് pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ഈ pH മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിനാ വേണ്ടി വെച്ചാൽ pH 7-ലാണ് ഏറ്റവും നല്ല പ്രോസസ്സ് നമുക്ക് നടക്കുക. അതിനുവേണ്ടി നമ്മൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് കൊടുത്തു. pH 7 വെള്ളത്തിലേക്ക് നമ്മൾ ഈ പറയുന്ന കൊയാഗുലന്റ് ആയിട്ട് അലുമിനിയം സൾഫേറ്റ്, ആലം എന്ന് പറയുന്ന സാധനം കലക്കും. അങ്ങനെ കലക്കി ഒരു ഫ്ലാക്സ് മിക്സ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിനകത്ത് നന്നായി കലക്കിയ വെള്ളമാണ് നമ്മൾ ഈ ഫ്ലോക്കുലേറ്ററിലേക്ക് എത്തുന്നത്. ഈ ഫ്ലോക്കുലേറ്ററിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ വെള്ളത്തിനെ പതിയെ കറക്കും. പതിയെ കറക്കുമ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഫ്ലോക്സ് തമ്മിൽ കൂട്ടിപ്പിടിക്കാൻ തുടങ്ങും. അങ്ങനെ പതിയെ കറങ്ങുമ്പോൾ അങ്ങനെ ഒരു പ്രവണത ഉണ്ടാവില്ല. അങ്ങനെ കൂട്ടിപ്പിടിച്ച് കൊയാഗുലേഷൻ പ്രോസസ് നടന്ന് ഏതാണ്ട് 30% വരുന്ന ചെളി താഴേക്ക് പതിക്കാൻ തുടങ്ങും. കാരണം വലിയ പാർട്ടിക്കിളായി വരും, ജലത്തേക്കാൾ ഭാരം കൂടി വരുമ്പോൾ അത് താഴേക്ക് പതിക്കും. അങ്ങനെ വരുന്ന വെള്ളം ഫ്ലോക്കുലേഷന് ശേഷം നമ്മൾ ക്ലാരിഫയർ എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിലേക്ക് വരും. ഇത് ലാമില്ല ക്ലാരിഫയർ എന്നാണ് പറയാ. ഇതിന് ലാമില്ല എന്ന് പറഞ്ഞാൽ തിൻ പ്ലേറ്റ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇത് പ്ലേറ്റിന് പ്രത്യേകതയൊന്നുമില്ല, ഈ സ്റ്റീൽ പ്ലേറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ പ്രത്യേകത ഇത് സ്ഥാപിച്ചിരിക്കുന്ന ഡിസൈനിങ്ങിനാണ്. ഇത് 55 ഡിഗ്രി ചെരിവിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വെള്ളം വരുന്നത് താഴെ നിന്നും മുകളിലേക്കാണ്. അങ്ങനെ വരുമ്പോ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേറ്റിന്റെ പ്രതലങ്ങളിൽ ഈ കണ്ടാമിനേഷൻസ് ഇങ്ങനെ പറ്റിപ്പിടിക്കാൻ തുടങ്ങും. അങ്ങനെ പറ്റിപ്പിടിച്ച് അത് വെയിറ്റ് കൂടുമ്പോൾ, വെള്ളത്തേക്കാൾ ഭാരം കൂടുമ്പോൾ അത് താഴേക്ക് പതിക്കും. ഇത് പ്ലാന്റിനകത്തുള്ള സംവിധാനം. ഇതിന്റെ അടിവശം ഒരു കോണിക്കൽ ഷേപ്പിലാണ്. അവിടെ നിന്ന് ഒരു പൈപ്പ് നമ്മൾ പുറത്തേക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. അത് തുറന്നു വിട്ടാൽ ഇതിനടിയിലുള്ള ചളി പീരിയോഡിക്കലായി നമുക്ക് നീക്കം ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഏറെക്കുറെ തെളിഞ്ഞ വെള്ളമാണ്, ഏതാണ്ട് ഒരു 70% തെളിഞ്ഞ വെള്ളമാണ് നമുക്ക് ഫിൽട്ടർ ബെഡിലേക്ക് കിട്ടുക. ഇങ്ങനെ ഇവിടത്തേക്ക് വരുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ, ഫംഗൽ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറ്റിപ്പിടിച്ചിരിക്കുക. അതിന് മീഡിയം ആണല്ലോ, അത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ മണ്ണിലും അതേപോലെ തന്നെ ഇതിന്റെ ഈ ചളിയിലും ഒക്കെ ആയിരിക്കും. അങ്ങനെ പോകുമ്പോൾ ഏതാണ്ട് ഒരു 10-80% വരുന്ന ഈ ഫംഗൽ, ബാക്ടീരിയ ഒക്കെ നമുക്ക് ഈ പ്രോസസ്സിലൂടെ തന്നെ നീക്കം ചെയ്യാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഘട്ടമാണ് റാപ്പിഡ് ഗ്രാവിറ്റി സാൻഡ് ഫിൽട്ടർ എന്ന് പറയുന്നത്. ഇത് ഗ്രേഡഡ് സാൻഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രേഡഡ് സാൻഡ് ഉപയോഗിച്ചതിന്റെ കാരണം വെച്ചാൽ പല വലുപ്പത്തിലും പല ഭാരത്തിലുള്ള മണൽത്തരികളാണിത്. ഇത് നമ്മളെ പ്ലാന്റിനകത്ത് ഏതാണ്ട് 1.67 മീറ്റർ ഉയരത്തിൽ നിറച്ചിട്ടുള്ള ഒരു ബെഡാണ് ഉണ്ടാവുക. ഈ ബെഡ്, ഈ ഗ്രേഡഡ് സാൻഡ് ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ നമ്മൾ ഈ ബെഡ് ചോക്കാവുക എന്ന് പറയും. ചോക്കായി കഴിഞ്ഞാൽ ഇതിലേക്കൂടെ വെള്ളം താഴേക്ക് പോകില്ല. ഇത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ മഴവെള്ളം എങ്ങനെയാണോ കിണറിലേക്ക് അരിച്ചിറങ്ങുന്നത് ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ ഇറങ്ങിയ വെള്ളമാണ് നമ്മൾ സമ്പിലേക്ക് വരുന്നത്. അപ്പൊ ഈ നേരത്തെ ഞാൻ പറഞ്ഞു ഗ്രേഡഡ് സാൻഡ് ഉപയോഗിക്കുന്നത് ബാക്ക് വാഷ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബെഡ് ചോക്കായി കഴിഞ്ഞാൽ ഇത് സിംഗിൾ പാർട്ടല്ല ഉണ്ടാവുക, ഇതൊരു മോഡൽ മാത്രമാണ്. ഇത് ഒരു പാർട്ടും കൂടി അതിനുണ്ടാവും. അതിന്റെ അടിയിൽ ഒരു ചാനൽ ഉണ്ടാവും. ഇതിന്റെ ഈ ഇടയിലെ ചാനൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് വാഷ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ റിവേഴ്സ് പ്രോസസ്സാണ് നടക്കുക. ഇവിടെ നമ്മൾ ആദ്യം വെള്ളം കൊടുക്കും, പിന്നെ എയർ കൊടുക്കും, പിന്നെ കൂടുതൽ ശക്തിയായി വെള്ളം കൊടുക്കുമ്പോൾ ഇതിന്റെ ചളിയൊക്കെ ഈ ചാനലിലേക്ക് പോയി ചാനലിൽ നിന്ന് പുറത്തേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ ഈ ബെഡ് വീണ്ടും പഴയ പോലെ സെറ്റിൽ ആവണം. അതിനു വേണ്ടിയാണ് ഗ്രേഡഡ് സാൻഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതിന്റെ കാരണം വലിയ ഭാരം കൂടിയതല്ല, ആദ്യം സെറ്റിലാവും, കുറച്ച് വെയിറ്റ് കുറഞ്ഞ അതിന്റെ മുകളിൽ. അങ്ങനെ ഇപ്പോൾ ബെഡ് പഴയതുപോലെ തന്നെ നമുക്ക് കണ്ടീഷൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഫിൽട്ടർ ചെയ്ത് വരുന്ന വെള്ളമാണ് നമ്മൾ സമ്പിലേക്ക് കൊടുക്കുന്നത്. സമ്പിൽ കൊടുക്കുന്നതിന് മുമ്പായി ഇതിനകത്ത് വേറെ കണ്ടാമിനേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഇതില് ഇപ്പൊ ആകെ ഉണ്ടാവാൻ സാധ്യത ചില ഇക്കോളി, കോളിഫോംസിന് ബാക്ടീരിയോ വൈറസോ അങ്ങനെ എന്തെങ്കിലും ബാക്കിയാവുന്നുണ്ടെങ്കിൽ അതിനെ നശീകരിക്കുന്നതിന് വേണ്ടിയാണ്, അണുനശീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ ക്ലോറിൻ ഉപയോഗിക്കുന്നത്. ക്ലോറിൻ നമുക്ക് ടോണറിലാണ് വരിക. ടോണറിൽ ഹൈ പ്രഷറിൽ ലിക്വിഡ് ഫോമിലാണ് വരിക. നമ്മൾ LPG ഉപയോഗിക്കുന്ന പോലെ ഉള്ള ഒരു ടോണറാണ് വരിക. TCC എന്നാണ് നമുക്കത് സപ്ലൈ ചെയ്യുന്നത്. അത് ഇഞ്ചക്ടർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതിൽ ഹൈ പ്രഷറിൽ വെള്ളവും ഈ ക്ലോറിനും കൂടി ലയിപ്പിച്ച് ആണ് നമ്മൾ സമ്പിലേക്ക് കൊടുക്കുക. സമ്പിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് കണക്ഷൻ കൊടുക്കും. വീട്ടിലേക്ക് കണക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഈ ക്ലോറിന്റെ അളവ് നമ്മൾ പറയുന്നത് ഈ PPM, പാർട്സ് പെർ മില്യണിലാണ്. 0.2 PPM എൻഡ് ടാപ്പിൽ കിട്ടുന്ന രീതിയിലേക്ക് എത്രയാണോ ക്ലോറിൻ വേണ്ടത് ആ അളവിലേക്കാണ് നമ്മൾ ഇവിടെ ക്ലോറിൻ കൊടുക്കുക. ഇങ്ങനെ
0.2 ppm അവിടെ കിട്ടാൻ വേണ്ടി എത്ര കൊടുക്കണോ അത്രയും ക്ലോറിൻ നമ്മൾ ഈ സബിനകത്ത് കൊടുക്കും. എന്തെങ്കിലും കാരണവശാൽ ഇപ്പൊ പീരിയോഡിക്കലായി വാട്ടർ അതോറിറ്റിയുടെ ഈ ക്വാളിറ്റി കൺട്രോൾ വിങ് എല്ലാ ഭാഗത്തും സാമ്പിൾ എടുക്കുന്നുണ്ട്. ആ സാമ്പിൾ എടുത്ത് ഏതെങ്കിലും കാരണവശാൽ ഒരു ഭാഗത്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് അപ്പൊ തന്നെ പരിശോധിച്ച് ആ ഭാഗത്ത് ചിലപ്പോൾ എന്തെങ്കിലും കലരുന്നുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് അത് റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടി സംവിധാനമുണ്ട്. അപ്പൊ ക്ലോറിൻ എന്ന് പറയുന്ന സാധനം നമുക്കറിയാം ബാക്ടീരിയയും ഫംഗസോടനും സ്വയം ആക്രമിച്ച് സ്വയം നശിക്കുകയ്യ. അങ്ങനെ നശിച്ച് ബാക്കിയാവുന്ന ക്ലോറിൻ അതാണ് റെസിഡുവൽ ക്ലോറിൻ. ഇപ്പൊ റെസിഡുവൽ ക്ലോറിൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് നമുക്ക് സുരക്ഷിതമായി കുടിക്കാൻ വേണ്ടി കഴിയുന്ന വെള്ളമെന്ന് ഉറപ്പിക്കാം. അപ്പൊ ക്ലോറിൻ നമുക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞൊരു നശീകരണ മാർഗമാണ്. മറ്റു പ്രോസസ്സിലുണ്ട്, RO ഉണ്ട്, അൾട്രാ വയലറ്റ് ഉണ്ട്, ഇങ്ങനെയെല്ലാം ഉണ്ട്. പക്ഷെ ഡ്രിങ്കിങ്ങിന് നേരിട്ട് കുടിക്കാൻ വേണ്ടി പറ്റില്ല. ക്ലോറിനുള്ള വെള്ളം നേരിട്ട് കുടിക്കാം, യാതൊരുവിധ പ്രശ്നവും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ WHO സ്റ്റാൻഡേർഡ് വരുന്ന ഈ ക്ലോറിന്റെ അളവാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് നിലവിൽ യാതൊരു പ്രശ്നവും ക്ലോറിൻ ഇല്ലാത്ത വെള്ളം കുടിച്ചാലാണ് പ്രശ്നം വരുന്നത്. ഓക്കെ, താങ്ക് യു.